الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ പ്രപഞ്ചനാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുന്ന സമയം കലിമത്ത് തൗഹീദ് ചൊരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ഗൗരവമായി അറിയേണ്ട ഒരു കാര്യം വളരെ ചുരുക്കി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തലാണ് ഇന്നത്തെ ഖുതുബയുടെ ഉദ്ദേശ്യം. ഈ മാസത്തിൽ അടുത്ത ആഴ്ചയിൽ 2 പ്രവാചകന്മാരുടെ ജന്മദിന ആഘോഷങ്ങൾ കടന്നു വരികയാണ്. ഒന്ന് മിലാദു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് മിലാദു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. 2 പ്രവാചകന്മാരുടെ ജന്മദിന ആഘോഷങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിലായി കടന്നു വരുമ്പോൾ സത്യവിശ്വാസികൾ സുപ്രധാനമായി ചില കാര്യങ്ങൾ അറിയൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളെല്ലാം ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിച്ച വഹ്യിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് മത ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. വിശ്വാസങ്ങളും കർമ്മങ്ങളുമെല്ലാം വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ അവരുടെ മുന്നിൽ വെച്ച് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാൻ കൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് സമൂഹത്തിന്റെ മുന്നിൽ അവർ പ്രബോധനം നടത്തിയത്. ഈ 2 കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ കടന്നു വരാനിരിക്കുന്ന ജന്മദിന ആഘോഷങ്ങൾ രണ്ടും 2 പ്രവാചകന്മാർക്കും പരിചയമില്ലാത്ത പ്രവർത്തനങ്ങളാണ്.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഉയർത്തി. അപ്പോസ്തലന്മാരുടെ മരണാനന്തരം ക്രൈസ്തവ സമൂഹത്തിലെ പുരോഹിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയതാണ് മീലാദു ഈസ അഥവാ ക്രിസ്മസ് എന്ന് വിളിക്കപ്പെടുന്ന ആഘോഷം. അതേപോലെ തന്നെയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ അനുയായികൾ, അവിടുത്തെ ഏറ്റവും അടുത്ത അനുചരന്മാർ, അവരുടെയും മരണശേഷം ഒരു 3 നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴാണ് ഈ മതത്തിലെ പുരോഹിതന്മാർ ഇത്തരം ചില ആഘോഷം കൊണ്ടുവന്നത്. ഈസാ നബിയുടെ ആകാശത്തിലേക്കുള്ള അള്ളാഹുവിന്റെ ഏറ്റെടുക്കലിന് ശേഷം 300 വർഷം, 3 നൂറ്റാണ്ടിന് ശേഷമാണ് ക്രിസ്മസ് ആഘോഷം തുടങ്ങിയതെങ്കിൽ അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ജന്മദിനാഘോഷം ലോകത്ത് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരാൽ, പുരോഹിതന്മാരാൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ, ഇഷ്ടപ്പെടൽ അത് നിർബന്ധമാണ്. സത്യവിശ്വാസി ആകണമെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കാതെ സാധ്യമല്ല. പ്രവാചകനെ സ്നേഹിക്കൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണെന്ന് വല്ലാതെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറ അൽ അഹ്സാബ് അതിന്റെ 6-ാമത്തെ വാചകം, അതിന്റെ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു, ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലാ ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഏറ്റവും അടുത്തയാളാണ്. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ അവൻ ഏറ്റവും ബന്ധപ്പെടുന്നത്, അവൻ ഏറ്റവും പ്രിയപ്പെട്ടത്, അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആവണം എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ ഒരൊറ്റ വാചകം കൊണ്ട് പ്രവാചകൻ സ്നേഹിക്കാതെ ഒരു വിശ്വാസിക്ക് വിശ്വാസിയാവാൻ സാധ്യമല്ല എന്ന് വ്യക്തമാകും. അനുബന്ധമായി പരിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനം കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് പൂർണ്ണമാവുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസിയാവണമെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കാതെ തരമില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയാണ്. ഇനി ഒരു പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നാണ്. സ്നേഹത്തിന്റെ രൂപവും ഭാവവും എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുയായികളുടെ മുന്നിൽ തന്നെ സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ സ്നേഹത്തിൽ എവിടെയെങ്കിലും ചെറിയ ഒരു മാറ്റം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല ഉമർ എന്നാണ്. നിന്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി, എങ്ങനെയാണ് ഇപ്പൊ പറയാം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു കൊടുത്തു, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടണം, അപ്പോഴേ നിന്റെ വിശ്വാസം പൂർത്തിയാവും. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്റെ ശരീരത്തെക്കാളും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് നിന്റെ വിശ്വാസം പൂർത്തിയായത്. അപ്പൊ സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക മാത്രമല്ല, സ്വഹാബത്തിന്റെ മുന്നിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് രൂപം പറഞ്ഞു എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 31-ാമത്തെ വാചകം ഖുർആൻ പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്
വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുർആൻ പറയാണ്, ഖുൽ നബിയ നിങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക, എന്നെ നിങ്ങൾ അനുകരിക്കുക, എന്നെ നിങ്ങൾ അനുധാവനം ചെയ്യുക. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഒരു വാചകം, ഹാദിഹിൽ ആയത്തുൽ കരീമത്തു ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലൈസ ഹുവ അലാ ത്വരീഖത്തിൽ മുഹമ്മദിയ്യ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ആ മാർഗത്തിൽ ഇല്ലാതാവുക, അഥവാ മാർഗം തുടരാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന അവന്റെ വാദം അത് കളവാണ്, വ്യാജമാണ് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അള്ളാഹുവിന്റെ മതത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളാതെ ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവൻ വ്യാജവാദിയാണ്. ഏതുവരെ? ഹത്താ യത്തബിഅ ശറഹൽ മുഹമ്മദിയ്യ വദ്ദീന നബവിയ്യ ഫീ ജമീഇ അഖ്വാലിഹി വഅഹ്വാലിഹി, അവന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ മതത്തെ പിന്തുടരുന്നത് വരെ ഞാൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് പറയുന്ന വാദം ശരിയല്ല എന്ന് ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല ഹദീസിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു കാര്യം നമ്മുടെ കൽപ്പനയില്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ മതത്തിലില്ലാത്തത്, നമ്മൾ കൊണ്ടുവന്ന കാര്യത്തിലില്ലാത്ത ഒരു കാര്യം ഒരാൾ പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അപ്പോൾ എങ്ങനെ സ്നേഹിക്കണം? വളരെ കൃത്യമാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ വാചകം. മാത്രമല്ല ഇമാം അസ്ഹരി അദ്ദേഹം പറഞ്ഞതായി ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറുൽ ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, മഹബ്ബത്തുൽ അബ്ദി ലില്ലാഹി വറസൂലിഹി, ഒരടിമ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിന്റെ അർത്ഥം ത്വാഅതുഹു ലഹുമാ വത്തിബാഉഹു അംറഹുമാ, അവർ രണ്ടാളുടെയും കൽപ്പനകൾ സ്വീകരിക്കുകയും അവർ രണ്ടാളും പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതാണ് അല്ലാഹ് പറഞ്ഞ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭനായ പണ്ഡിതനും മുഫസ്സിറുമായ ഇമാം ബഗവി തന്റെ തഫ്സീറുൽ ബഗവി രേഖപ്പെടുത്തിയത് ഈ ആയത്തിന്റെ അർത്ഥം ഇത്തബിഊ ശരീഅതി വസുന്നതി, ഞാൻ കൊണ്ടുവന്ന മതനിയമങ്ങൾ നിങ്ങൾ പിൻപറ്റുക, എന്റെ ചര്യയെ നിങ്ങൾ അനുകരിക്കുകയും ചെയ്യുക, എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. ഫഹുബ്ബുൽ മുഅ്മിനീന ലില്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിബാഉഹും അംറഹു വഇതാറു ത്വാഅതിഹി വഇബ്തിഗാഉ മർദാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനെ അതിനെയാണ് എല്ലാത്തിനേക്കാളും തിരഞ്ഞെടുക്കേണ്ടത്. മാത്രമല്ല അള്ളാഹുവിന്റെ തൃപ്തിയെ പരിഗണിക്കുക, അതിനുവേണ്ടി പ്രതീക്ഷിക്കുക, അതിനെ പ്രവർത്തിക്കുക. ഇതാണ് ശരിക്കു പറഞ്ഞാൽ സ്നേഹം. ഇതാണ് പണ്ഡിതന്മാർ മുഴുവനും തങ്ങളുടെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാചകമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. അതിന്റെ അർത്ഥം, ഒരാൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഉൾക്കൊള്ളാതെ പ്രവാചകനെ അനുധാവനം ചെയ്യാതെ സ്നേഹിക്കുന്നു എന്ന വാദം ഒരാൾ ഉന്നയിച്ചാൽ ആ സ്നേഹം കളവാണ്. ആ സ്നേഹം കളവാണ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഒരു കാര്യം ഞാൻ തുറന്നങ്ങ് പറയട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരാളെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും.
പൂർണ്ണമായും താടി വടിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ അയാൾ പറയുന്നു ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കള്ളനാണ്, അയാൾ വ്യാജവാദിയാണ്. കാരണം റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണ് അയാൾ ചെയ്തത്. ഒരാൾ നമസ്കരിക്കുന്നില്ല, കൃത്യമായി നമസ്കാരം പിൻപറ്റുന്നില്ല, അയാൾ പറയാണ് ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവനാണ്, വ്യാജവാദിയാണ് അയാൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഇടപാടുകൾ നടത്തുന്നില്ല, എന്നിട്ട് അയാൾ പറയുന്നു ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു, കള്ളനാണ് അയാൾ, വ്യാജവാദിയാണ് അയാൾ. ഇങ്ങനെ പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായോ സുന്നത്തിനെ ഉപേക്ഷിച്ചിട്ടോ ആ നിയമങ്ങളൊന്നും അംഗീകരിക്കാതെയോ ഒരു മനുഷ്യൻ ജീവിക്കുകയും എന്നിട്ട് അയാൾ പറയുന്നു ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന സുന്നിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ വ്യാജവാദി. ആ വിഷയത്തിൽ അയാൾ കള്ളനാണ്, അയാൾ വ്യാജവാദിയാണ്. കാരണം റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ സമ്പൂർണമായും സ്വീകരിക്കലാണ് അതിന്റെ അർത്ഥം. അല്ലാതെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് സ്നേഹമാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം കൂടി പറയാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തുകൾ മുഴുവനും സ്വർഗ്ഗത്തിൽ കടക്കും വിലങ്ങിയവരൊഴികെ. ഖാലു സ്വഹാബികൾ ചോദിച്ചു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വമൻ യബാ യാ റസൂലല്ലാഹ്, ആരാ നബിയെ വിലങ്ങുന്നവൻ? സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം സ്വഹാബികൾക്ക് പരിചയമില്ലാത്തൊരു സംഗതിയാ റസൂലുള്ളാഹിനെ വിലങ്ങുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുത്തു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, എന്നെ അനുസരിച്ചവരാരുണ്ടോ അവരൊക്കെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. എന്നോട് അനുസരണക്കേട് കാണിച്ചവരാരോ അയാൾ എന്നെ വിലങ്ങിയവനാണ്, എന്റെ കാര്യങ്ങളെ തടയുന്നവനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലുകൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പേരങ്ങനെ ഇട്ടത് കൊണ്ടോ ഒക്കെ സുന്നിയാകുമെന്നോ അല്ലെങ്കിൽ ഞാനൊരു മുഹിബ്ബുൻ നബിയുള്ള ആളാണെന്നോ ഞാൻ റസൂലുള്ളാഹിനെ അതൊന്നും പറഞ്ഞാൽ നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ ഒരിക്കലും സാധ്യമല്ല. ഇത് ബേസിക് അടിസ്ഥാനപരമായി അടിത്തറ, മതത്തിന്റെ അടിത്തറയായി പഠിച്ചു വെക്കേണ്ട സംഗതിയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം, ആരാണ് നബിദിനാഘോഷത്തിന്റെ തുടക്കക്കാരൻ? നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതിന് 3 ഉത്തരം പറയാറുണ്ട്. 1 അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി, 2 ശീഈ നേതാവായ മുളഫർ എന്നറിയപ്പെടുന്ന രാജാവ്, 3 ഒരു ഹദീസ് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്നും പറയലുണ്ട്. യഥാർത്ഥത്തിൽ ഇത് 3ഉം പുളിവാണ്, ഇത് 3ഉം കള്ളങ്ങളാണ്. ഒരെണ്ണം പോലും സത്യത്തോട് യോജിക്കുന്നതില്ല. അബൂലഹബാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് മുസ്ലിമീങ്ങൾ ഏതായാലും അത് പിൻപറ്റേണ്ടതില്ല. ഖുർആൻ ഒരൊറ്റ അധ്യായം മതി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഈ ഒരൊറ്റ അധ്യായം മതി. അബൂലഹബിനെ സ്വീകരിക്കാൻ പറ്റൂല, ആ മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ പറയാണ്, ഞങ്ങൾ ചെയ്യുന്ന ഒരു അമലിന്റെ തുടക്കക്കാരൻ, ആ അമല് ചെയ്ത ആള് അബൂലഹബാണ് എന്ന് പറഞ്ഞതിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ സുബ്ഹാന ജല്ല ജലാലുഹു എന്തൊരു അബദ്ധാണ്. രണ്ടാമത്തേതാരാ? മുളഫർ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ്. അയാൾ അബൂ സഈദ് എന്നറിയപ്പെടുന്ന ഉബൈദുള്ള എന്ന പേര് സ്വീകരിച്ചൊരു ജൂതനായ മനുഷ്യൻ. മുസ്ലിമിന്റെ കുപ്പായമിട്ട് ഇസ്ലാം ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് കടന്നുകൂടി. അയാളുടെ കുടുംബത്തിന് അയാൾ ഫാത്തിമി എന്ന് പേരിട്ട് ആ ഫാത്തിമി എന്ന് പറയപ്പെടുന്ന രാജാക്കന്മാർ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുമായോ റസൂലുള്ളാഹിയുമായോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരാരുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഞങ്ങൾ ഫാത്തിമകളാണെന്ന് പറഞ്ഞു വന്ന് സമൂഹത്തിൽ മുഴുവനും ശീഈ തരംഗമുണ്ടാക്കി. അവസാനം ഹിജ്റ 600-ൽ 500-ന്റെയും 600-ന്റെയും ഒക്കെ ആ കാലഘട്ടത്തിൽ ഫാത്തിമി രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇർബൽ ഭരിച്ചിരുന്ന ആ മുളഫർ എന്ന് വിളിക്കപ്പെടുന്ന ഫാത്തിമി ശീഈ രാജാവാണ് മൗലിദുൻ നബിക്ക് സ്റ്റാർട്ട് ചെയ്തത് എന്ന്, തുടക്കം കുറിച്ചത് എന്ന്
അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നു. അപ്പോ ഇത് റസൂലുള്ളാഹിന്റെ ചര്യയല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറയുന്നത് അവിടുന്ന് അഖീഖ അറുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് ആവട്ടെ ദുർബലമാണ്. ഇമാം ബൈഹഖി തന്നെ പറഞ്ഞു അത് അംഗീകരിക്കാൻ പറ്റിയതല്ല. ആ റിപ്പോർട്ട് ചെയ്ത റാവി നല്ലവനല്ല എന്ന് കാണിക്കാൻ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പോലും ഇതാണ് എന്ന് ഇമാം ബൈഹഖി തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ഇത് സമൂഹത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് പൂർണ്ണമാവുകയാണ്. ലോകത്ത് അമലുൽ മൗലിദ് എന്ന് പറയപ്പെടുന്ന അഥവാ നബിദിനാഘോഷത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തുമാവട്ടെ, അത് ലോകത്തെ ഏതെങ്കിലും പണ്ഡിതന്മാർ അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുവോ, അതല്ല അതിനെ തിരസ്കരിച്ചിട്ടുണ്ടോ? ഒരു കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നബിദിനാഘോഷം ശരിയല്ല എന്ന് പറയുന്നവൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാത്തവനാണ് എന്നും നബിദിനാഘോഷം ശരിയാണെന്ന് പറഞ്ഞവൻ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാണ് എന്നും ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങി ചില പണ്ഡിതന്മാരെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ഞാൻ. ഒന്ന്, അമലുൽ മൗലിദ് എന്ന് പറയപ്പെടുന്ന സംഗതി കരുതിയാൽ പോലും അത് തെറ്റാണ് എന്ന് ലോകത്ത് ശക്തമായി പ്രഖ്യാപിച്ചു. ഹിജ്റ 737 മരണപ്പെട്ട ഇമാം ഇബ്നുൽ ഹാജ് മാലിക്കി മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അൽ മദ്ഖൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട്, സുപ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇബ്നുൽ ഹാജ് അദ്ദേഹം വളരെ പ്രസിദ്ധനായ മാലിക്കി പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരാൾ മൗലിദ് ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് കൂടുകയും അവിടെ ഭക്ഷണം ഉണ്ടാക്കൽ പ്രധാനപ്പെട്ട പണിയാണല്ലോ. അദ്ദേഹം പറയാൻ ഒരാൾ ഭക്ഷണം മാത്രം ഉണ്ടാക്കി, ബാക്കി കോലാഹലങ്ങളൊക്കെ ഒഴിവാക്കി, നബിദിനത്തിന് വേണ്ടി ഭക്ഷണം മാത്രം ഉണ്ടാക്കി. ആ മൗലിദിന് വേണ്ടിയാണ് അയാൾ ഭക്ഷണം ഉണ്ടാക്കി, അയാൾ കരുതിയത് മൗലിദിന് വേണ്ടിയാണ്. ആളുകളെയൊക്കെ സഹോദരന്മാരെയൊക്കെ ക്ഷണിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ മുഹറമാത്തുകളൊക്കെ ഒഴിവാക്കി ആണും പെണ്ണും കൂടിക്കലറലും അങ്ങനെ ചണ്ടമുട്ടും പാട്ടും ആ പരിപാടി ഒന്നുമില്ലാതെ വെറും ഭക്ഷണം മാത്രം ഉണ്ടാക്കി ആളുകളെ ക്ഷണിച്ചു. ആ ഭക്ഷണം ഉണ്ടാക്കൽ ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാലും അത് ബിദ്അത്ത് തന്നെയാണ്. ആ ഒരൊറ്റ നിയ്യത്ത് കൊണ്ട് അമലുൽ മൗലിദ് എന്ന നിയ്യത്ത് വന്നതോടെ ആ സാധനം ബിദ്അത്തായി തീർന്നു. കാരണം എന്താ? ഇത് അന്നദാലിക സിയാദത്തുൻ ഫിദ്ദീൻ, അത് മതത്തിൽ വർധനവുണ്ടാക്കലാണ്. വലൈസ മിൻ അമലി സലഫിൽ മാദീൻ, കഴിഞ്ഞുപോയ മുൻഗാമികളുടെ പ്രവർത്തനത്തിൽ ഇതില്ല. വത്തിബാഉ സലഫി ഔലാ ബൽ ഔജബു ബിൻ അൻ യസീദ നിയതൻ മുഖാലിഫതൻ ലിമാ കാനു അലൈഹി, മുൻഗാമികളെ പിൻപറ്റുക എന്ന നിർബന്ധമാണ്. അതാണ് ഏറ്റവും ശരിയായത്. അവരാരും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. മാത്രമല്ല അവരാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാൻ എല്ലാവരെക്കാളും ശക്തമായി നിലനിന്ന ആളുകൾ. റസൂലുള്ളാഹിനെ ബഹുമാനിക്കുകയും റസൂലുള്ളാഹിനെ ആദരിക്കുകയും റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ബഹുമാനിക്കുകയും ചെയ്ത ആളുകളൊക്കെ മുൻഗാമികളാണ്. അവരാരും ഇതൊന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല വലം യുൻഖൽ അൻ അഹദിൻ മിൻഹും, മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അന്നഹു നവൽ മൗലിദ, അവർ മൗലിദിനെ കരുതിക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ച് കൂടി ചെയ്തത് ഉണ്ടായിട്ടേ ഇല്ല. മാത്രമല്ല വനഹ്നു ലഹും തബഉൻ ഫയസഉന മാ വസഅഹും, നമ്മളൊക്കെ മുൻഗാമികളെ പിൻപറ്റുന്നവരാണ്. അവർക്ക് എന്താണോ അത് നമുക്കും, അവർക്ക് വിശാലമായി നമുക്കും വിശാലം തന്നെ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ബിദ്അത്താണ് എന്ന് ഇമാം ഇബ്നുൽ ഹാജ് തന്റെ അൽ മദ്ഖലിൽ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കി, അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്താണെന്നറിയോ? ബാക്കിയെല്ലാം ഒഴിവാക്കി ഒരു ഭക്ഷണം മാത്രമേ കരുതിയിട്ടുള്ളൂ, എങ്കിലും അത് ബിദ്അത്താണ്. മുൻഗാമികൾ ചെയ്യാത്തൊരു സംഗതി നമുക്ക് ചെയ്തുകൂടാ. ഇത് ഹിജ്റ 737 പ്രഗൽഭനായ പണ്ഡിതൻ മാലിക്കി മദ്ഹബിലെ പണ്ഡിതനുമായ ഇബ്നുൽ ഹാജ് തന്റെ മദ്ഹൽ രേഖപ്പെടുത്തിയതാണ്. പിന്നെ സുപ്രസിദ്ധനായ എല്ലാവരും എപ്പോഴും ചർച്ച ചെയ്യുന്ന ആളാണ് ഇമാം ഫാക്കിഹാനി. അദ്ദേഹത്തിന് കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്, ഞാനത് ഇവിടെ വായിക്കുന്നില്ല, എല്ലാവർക്കും പരിചയമുള്ളതാണ്. മറ്റൊന്നാണ് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി.
ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ചില തെളിവുകൾ ധരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണെങ്കിലും ശരി, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. വളരെ ശക്തമായി പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് അമലുൽ മൗലിദ് അസ്ലു അമലുൽ മൗലിദ് ബിദ്അത്തുൻ. എന്നിട്ട് അദ്ദേഹം പറയാണ് 3 നൂറ്റാണ്ടിൽ ഒരാളും ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ തെറ്റൊന്നുമില്ലാത്ത മുഹറമത്തൊന്നും അല്ലാത്ത കുറച്ച് സംഗതികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയെങ്കിൽ കാന ബിദ്അത്തൻ ഹസന, അതും അപ്പോഴും അത് ബിദ്അ, ഒരു നല്ല അനാചാരം എന്നേ പറയാൻ പറ്റൂ, അപ്പോഴും അത് സുന്നത്താണെന്ന് പറയാൻ പറ്റൂല. ഇബ്നു ഹജർ പറഞ്ഞതായി ഇമാം സുയൂത്തി തന്റെ അൽ ഹാബിൽ ഫത്താവയിൽ രേഖപ്പെടുത്തിയ വാചകമാണ്. ഇനി ലോക പ്രശസ്തനായ മറ്റൊരു പണ്ഡിതൻ, ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങള് കേരളത്തിലെ മുജാഹിദുകൾ വന്നിട്ടാണ് നബിദിനാഘോഷം തടഞ്ഞത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അല്ല, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാം ഈ അനാചാരത്തെ എതിർത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാം, ലോക പ്രശസ്ത മറ്റൊരു പണ്ഡിതനാണ് ഇമാം ഷാത്തിബി തന്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് വത്തിഖാദു യൗമി വിലാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസമുണ്ടല്ലോ അതിനെ ഒരു ആഘോഷമാക്കൽ, വമാ അശ്ബഹു ദാലിക, അതിനോട് യോജിക്കുന്നതെല്ലാം ബിദ്അ, അത് ബിദ്അത്താണ്. അത് ബിദ്അത്ത് ശക്തമായി ആക്ഷേപിക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥം കൂടിയാണ് അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥം. പറഞ്ഞാൾ ഇമാം ഷാത്തിബിയാണ്, അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇനി മൊറോക്കക്കാരൻ, മഗ്രിബിലെ മൊറോക്കയിലെ ഏറ്റവും സുപ്രസിദ്ധനായ പണ്ഡിതൻ, ഏകദേശം ഹിജറ 914 അദ്ദേഹം വഫാത്താവുന്നത്. അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് അൽ മിഅ്യാർ, മൊറോക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം കൂടിയാണ്. അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞു, വലൈലത്തുൽ മൗലിദ് ലം യകുനി സലഫു സ്വാലിഹ് വഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിഊന ലഹും യജ്തമിഊന ഫീഹാ ലിൽ ഇബാദ വലാ യഫ്അലൂന ഫീഹാ സിയാദതൻ അലാ സായിരി ലയാലി സുന്നഹ്. ഒരു വർഷത്തിൽ എല്ലാ രാത്രികളും എന്നതുപോലെ അല്ലാതെ റസൂലുള്ള ജനിച്ച രാത്രിയിൽ പ്രത്യേകമായ ഒരു ദിവസം ആ രാത്രിയിൽ പ്രത്യേകമായി ഒരുമിച്ച് കൂടുകയോ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ആരും തന്നെ ചെയ്തിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുമില്ല. എന്നിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, നബിദിനാഘോഷത്തെ ആരെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ, എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിച്ചാൽ, അദ്ദേഹം പറയാണ് വലൗ ഫതഹ ഹാദൽ ബാബ, ഇതിന്റെ വാതിൽ ആരെങ്കിലും തുറന്നാൽ ലജാഅ ഖൗമുൻ, വേറൊരു ഖൗം വരും, ഫഖാലു, അവർ പറയും യൗമു ഹിജ്റതിഹി ഇലൽ മദീന യൗമുൻ അഅസ്സല്ലാഹു ഫീഹിൽ ഇസ്ലാം, റസൂലുള്ളാഹി ഹിജ്റ പോയ ദിവസം അത് അല്ലാഹു മുസ്ലിമീങ്ങൾക്ക് പ്രതാപം നൽകിയ ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടി നമുക്ക് ചില പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് ചില ആളുകൾ വാദിക്കും. അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. മാത്രമല്ല വയഖൂലു ആഖറൂൻ, വേറെ ചില ആളുകൾ പറയും അല്ലൈലത്തല്ലദി ഉസ്രിയ ബിഹി ഫീഹാ ഹസലഹു മിന ശറഫ് മാ ലാ യഖ്ദിർ ഖദറു ഫതഹദഥു ഫീഹാ ഇബാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് കൊണ്ടുപോയ രാത്രി, ഏറ്റവും പ്രസിദ്ധമായ രാത്രി, ധാരാളം അജായിബുകൾ മുസ്ലിം സമൂഹത്തിന് ലഭിച്ച ഒരു സമയം. ആ ദിവസത്തിൽ എന്തുകൊണ്ട് ഒരുമിച്ച് കൂടി ഒരു കാര്യം ചെയ്തുകൂടാ എന്ന് വേറെ ചില ആളുകൾ ചോദിക്കും. അതുകൊണ്ട് അതുകൊണ്ട് അതിനൊന്നും നമുക്ക് നിൽക്കാൻ പറ്റൂല. എന്നിട്ട് പറഞ്ഞു വൽ ഖൈറു കുല്ലുഹു ഫി ഇത്തിബാഇ സലഫി സ്സാലിഹി അല്ലദീന ഇഖ്താറഹുമുല്ലാഹ് ലഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത മുൻഗാമികളെ പിൻപറ്റലാണ് ഏറ്റവും ഖൈർ. ഫമാ ഫഅലൂ ഫഅൽനാ വമാ തറകൂ തറക്നാ. അവർ ചെയ്തത് നമ്മൾ ചെയ്യുക, അവർ ഉപേക്ഷിച്ചത് നമ്മൾ ഉപേക്ഷിക്കുക. ഇത് മഗ്രിബിലെ മൊറോക്കോയിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് അബു അബ്ദുല്ലാഹിൽ ഹഫാർ, അദ്ദേഹത്തിന്റെ അൽ മിഅ്യാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചില ആളുകളൊക്കെ മൗലിദ് ആഘോഷത്തിന് ഭക്ഷണം കൊടുക്കാനൊക്കെ നേർച്ചയാക്കലുണ്ട്. ചില ആളുകളൊക്കെ അതിന് സ്വതക്ക കൊടുക്കലുമുണ്ട്. ചില ആളുകൾ വസിയ്യത്ത് ചെയ്യും, എന്റെ സമ്പത്ത് ഇത്ര കൊടുക്കോളി. ആ വിഷയത്തെക്കുറിച്ച് ഇമാം ഷാത്തിബി തന്റെ ഫത്താവയിൽ പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ് ഫമഅലൂമുൻ അന്ന ഇഖാമത്തുൽ മൗലിദ് അൽ വസ്ഫിൽ മഅഹൂദ് ബൈന നാസ് ബിദ്അത്തുൻ മുഹ്ദസ വകുല്ലു ബിദ്അത്തുൻ വലാല. ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷം ഉണ്ടല്ലോ, ആ സാധനം അത് ബിദ്അത്താണ്, പുതിയ ആചാരമാണ്. അറിയണം, എല്ലാ ബിദ്അത്തുകളും വലാലത്താണ്. ഒരു ബിദ്അത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കൽ ലാ യജൂസ്, അത് അനുവദനീയമല്ല. വൽ വസിയ്യത്തു ബിഹി ഗൈറു നാഫിദ, അതിനു വേണ്ടി ആരെങ്കിലും വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പിലാക്കാൻ പാടില്ല. ബൽ യജിബു അലൽ ഖാദി ഫസ്ഖു,
ഖാളി എന്ത് ചെയ്യണം? അത് അസ്ഥിരമാക്കണം, അത് ഖാളി നടപ്പാക്കാൻ പാടില്ല എന്ന് പറയണമെന്ന് ഇമാം ശാത്തുബി അദ്ദേഹത്തിന്റെ ഫതാവയുടെ 203, 204 പേജുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ 437 മുജാഹിദുകൾ ഒരുമിച്ച് കൂടി തീരുമാനിച്ചതല്ല ഇത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്ക്, അതൊന്നുമല്ല. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാർക്കും ഒരൊറ്റ അഭിപ്രായമുള്ളൂ, ഇത് ബിദ്അത്താണ്. ചില ആളുകളൊക്കെ ഇതിൽ ഖുർആൻ പാരായണം റസൂലുള്ളാഹിന്റെ മതമൊക്കെ പറയുന്നത് കൊണ്ട് അതുകൊണ്ടൊരു ഹസനത്താണെന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അവർ പറഞ്ഞതൊന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ശരിയല്ലാത്തത് കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാചകം പറഞ്ഞു, ഞാൻ തൗഖീഇടുകയാണ് ഇതിനെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹ അന്നാസു ഹസന. ജനങ്ങൾ നല്ലതാണെന്ന് കരുതിയാലും എല്ലാ ബിദ്അത്തുകളും അനാചാരങ്ങളാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിൽ 500-ലധികം നടത്തിയ ഖുത്ബകളിൽ മുഴുവനും പറഞ്ഞു, അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പുതുനിർമ്മിതങ്ങൾ മുഴുവനും ളലാലത്താണ്, അത് നരകത്തിലേക്കുള്ളതാണ്, അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് ജനങ്ങളെ ഉപദേശിക്കാതെ ഒരു ഖുത്ബയും അവിടുന്ന് നടത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പിൽക്കാലത്ത് കടന്നു വന്ന ആശയം അത് ഇസ്ലാമികമല്ല, പ്രമാണങ്ങളോട് യോജിക്കുന്നതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു ബിൽ കിതാബിൽ മൻഊത്ത് ബിഫസ്ലിൽ ഖിതാബ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് അയ്യുൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വളരെ ഗൗരവമായി ഉണർത്തുകയാണ്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു 3 നൂറ്റാണ്ട് വരെ ലോകത്താർക്കും പരിചയമില്ലാത്തൊരു സംഗതി പിൽക്കാലത്ത് തുടങ്ങപ്പെടുകയും അത് ബിദ്അത്താണെന്ന് ലോകം വിധിയെഴുതുകയും ചെയ്തിട്ടും സുബ്ഹാനല്ലാഹ്, സൂഫികളും ശീഈകളുമായ ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലുമെല്ലാം ധാരാളം ആയത്തുകളും ഹദീസുകളും ഇതിനുപോൽബലകമായി കൊണ്ടുവന്നു. ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഒരാൾ പറയുകയാണ്, നബിദിനാഘോഷത്തിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് സുന്നത്താകുമോ ബിദ്അത്താകുമോ? സുന്നത്താകും ബിദ്അത്താകും. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇമാമ് ചോദിച്ച മറുപടി പറയാം. സുന്നത്താ ബിദ്അത്താകുമോ? ബിദ്അത്താണാകുക അല്ലേ? അല്ലെങ്കിൽ സുന്നത്താണാകുക. ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ സുന്നത്താണാകുക, അല്ല നിർബന്ധം എന്ന് വേണ്ടി പറയേണ്ടി വരും. തർക്കമില്ലാത്ത വിഷയമല്ല. 3 നൂറ്റാണ്ട് വരെ ഇല്ലാത്തൊരു സംഗതിക്ക് പിന്നീട് ഖുർആനായത്തിൽ തെളിവ് വന്നാൽ അതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ചു എന്നാണ്. ഖുർആൻ അതിന്റെ ആശയത്തിൽ നിന്ന് അടർത്തി എന്നാണ്. 3 നൂറ്റാണ്ട് വരെ ഇല്ലാത്തൊരു സാധനത്തിന് ഹദീസിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ വളച്ചൊടിച്ചു എന്നാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ലോക പ്രശസ്തനായ ഒരു പണ്ഡിതൻ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ്, അദ്ദേഹം സുബ്കിക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്. അസ്വാരിമുൽ മുൻകി ഫിർറദ്ദി അല സുബ്കി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇമാം സുബ്കി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പണ്ഡിതന് ഇമാം ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ് കൊടുത്തൊരു മറുപടി ഉണ്ട്. ആരാ ഇബ്നു അബ്ദുൽ ഹാദി എന്നറിയോ? ലോകത്ത് ചരിത്രം എഴുതിയ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞു. ഇബ്നു ജലസ്ഖലാനി പറഞ്ഞു, ഇമാം സുയൂത്തി പറഞ്ഞു, അങ്ങനെ തുടങ്ങുന്ന പണ്ഡിതന്മാരെല്ലാരും പറഞ്ഞു, ലൗ ആശ ഇബ്നു ഹാദി ജീവിച്ചിരുന്നുവെങ്കിൽ ലകാന ആയതൻ, അദ്ദേഹം ഒരു ദൃഷ്ടാന്തമായി മാറുമായിരുന്നു. അത്ര പ്രഗൽഭനായ പണ്ഡിതൻ ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്തിനാ അദ്ദേഹം പറയുന്നറിയോ? സുബ്കി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ ആയത്തിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്തപ്പോ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വലാ യജൂസു ഇഹ്ദാസു തഅ്വീലിൻ ഫീ ആയത്തിൻ ഔ സുന്നത്തിൻ ലം യകുൻ അലാ അഹ്ദി സലഫി റളിയല്ലാഹു അൻഹും വലാ അറഫൂഹു വലാ ബയ്യനൂഹു ലിൽ ഉമ്മ ഫഇന്ന ഹാദാ യതളമ്മനു അന്നഹും ജഹിലുൽ ഹഖ് ഫീ ഹാദാ വളല്ലു അൻഹു.
ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ് പറയാൻ വലാ യജൂസു ഇഹ്ദാസു തഅ്വീൽ ഫി ആയ, ഒരായത്തിൽ പുതിയതായ ഒരു വ്യാഖ്യാനം കൊണ്ടുവരാൻ പാടില്ല. ഔ സുന്നത്തിൻ, ഒരു പ്രവാചകന്റെ ഹദീസിനും പുതിയതൊരു അർത്ഥം കൊണ്ടുവരാൻ പാടില്ല. ഏതുമല്ലാത്തത് ലം യകുൻ അലാ അഹദി സലഫ്, സലഫുകളുടെ കാലത്തില്ലാത്ത, വലാ അറഫൂഹു അവർക്കറിയാത്ത, വലാ ബയ്യനൂഹു ബിൽ ഉമ്മ ജനങ്ങൾക്ക് അവർ വ്യക്തമാക്കി കൊടുക്കാത്ത ഒരു ആശയവും ഒരു വിശദീകരണവും പിൽക്കാലത്തുണ്ടാക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അതിന്റെ ഫലം? അദ്ദേഹം പറയുന്നു ഫഇന്ന ഹാദാ യതളമ്മനു അന്നഹും ജഹിലുൽ ഹഖ് ഫീ ഹാദാ വദല്ലു അൻഹു. അതിന്റെ അർത്ഥം മുൻഗാമികൾക്ക് വിവരമില്ല എന്നും മുൻഗാമികൾ പിഴച്ചു എന്നുമാണ് ഈ ചെയ്യുന്ന ആൾ പറയുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാഹ് പറയാണ്. അപ്പോൾ ഒരു ആയത്ത് ഓതിയാൽ അതിന്റെ അർത്ഥം ആ ആയത്ത് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല, സ്വഹാബികൾക്ക് മനസ്സിലായില്ല, താബിഈങ്ങൾക്ക് മനസ്സിലായില്ല, ഇമാമുമാർക്ക് മനസ്സിലായില്ല, അങ്ങനെ മുൻഗാമികൾക്ക് ആർക്കും സലഫു സാലിഹീങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വരികയോ അല്ലെങ്കിൽ അവർ ആ അർത്ഥത്തിൽ നിന്ന് പിഴച്ചുപോയോ എന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്. അത് പറയാൻ സത്യവിശ്വാസികൾക്ക് സാധ്യമല്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞത്, നബിയെ ഈ ആയത്തുകൾ നിങ്ങൾക്ക് ഇറക്കി തരുന്നു എന്തിനാണെന്നറിയോ? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ആയത്തുകൾ നീ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി തബീഈൻ ചെയ്യാത്ത, റസൂലുള്ള ബയാൻ ചെയ്യാത്ത ഒരു വിഷയം, ഒരു വിശദീകരണം പിൽക്കാലത്ത് ഒരാൾ കൊണ്ടുവന്നാൽ ഫഖദ് റദ്ദ്, അത് തള്ളപ്പെടുന്നതാണ്. എത്രയധികം ആളുകൾ അംഗീകരിച്ചാലും കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഏറ്റവും കൂടുതൽ നാം ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കോരിക്കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും, അല്ലേ? അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ എല്ലാവരും, അല്ലേ? ആ പ്രവാചകന്റെ സന്നിധിയിൽ എത്തുന്ന സമയം അവിടുന്ന് ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുമ്പോ ഓ ദൂരെ പോ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടണോ നമ്മൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇവിടെ വെച്ച് എന്നെ പറഞ്ഞിട്ടാ പോയത്. അവിടെ എത്തുന്ന സന്ദർഭത്തിൽ കുറച്ച് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അള്ളാന്റെ ഭാഗത്തുനിന്ന് പറയും, നബിയെ അവർക്ക് വെള്ളം കൊടുക്കരുത്. റസൂലുള്ള പറയാണ്, ഞാൻ റബ്ബിനോട് പറയാം, അല്ലാഹ് അതെന്റെ അനുയായികളല്ലേ. ഉടനെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പറയും അത്രേ, നബിയെ ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക, നിങ്ങളുടെ വഫാത്തിന് ശേഷം ഇവരെന്തൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയില്ല നബിയെ, അതുകൊണ്ട് കൊടുക്കരുത്. ഇത് കേൾക്കുന്ന പ്രവാചകന് എത്ര വെറുപ്പുണ്ടാകുമോ? അവിടുന്ന് ചെയ്യാത്തൊരു സംഗതി ചെയ്തിട്ട് എന്റെ മുന്നിൽ വെള്ളത്തിന് വന്നിരിക്കുന്നു. സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, സുഹഖൻ സുഹഖൻ ലിമൻ ബദല ബഅദി, ഞാൻ വഫാത്തായതിനു ശേഷം പുതുതാക്കിയവനെ പോ, ദൂരെ പോ, ദൂരെ പോ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹി അൽ ഹാൽ. ആ അവസ്ഥ അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ ഒന്ന് ചാടിക്കളിക്കാനോ, ഇവിടെ ഒന്ന് ആളുകളുടെ മുന്നിൽ ജാട കാണിക്കാനോ, ഇവിടെ ഞങ്ങളാണ് വലിയ സുന്നത്തിന്റെ ആളുകളെന്ന് പറയാനോ വേണ്ടിയിട്ട് അത്തരം ആഘോഷങ്ങളുടെ പിന്നാലെ പോകുന്നവൻ പഠിച്ചു വെച്ചോളൂ, നഷ്ടപ്പെടുന്നത് ഹൗദുൽ കൗസർ ആയിരിക്കും. നഷ്ടപ്പെടുന്നത് പ്രവാചകനോടുള്ള ഇഷ്ടം മാത്രമല്ല, അവിടെ നിങ്ങോട്ടുള്ള കാരുണ്യം പോലും നമുക്ക് നഷ്ടപ്പെടുമെന്ന കാര്യം മറന്നു പോകേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതുതരം പ്രവർത്തനങ്ങളിൽ നിന്നും അത്തരം എല്ലാ പ്രവർത്തനങ്ങളും വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ പ്രവാചകന്മാരും ജന്മദിനാഘോഷം സ്വീകരിക്കാം, ഈസാ നബിയുടെ ക്രിസ്മസും അംഗീകരിക്കാം. ശിയാക്കൾ ഒരിക്കൽ മതിൽ എഴുതി വെച്ചു, നസറാക്കളെ നിങ്ങളും ഞങ്ങളെ സഹോദരങ്ങളാണ്, ഈസാ നബിയെ ഞങ്ങളെ പ്രവാചകനും കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വിട്ടുനിൽക്കാൻ പറ്റില്ല, ഞങ്ങളും ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് വടക്കേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനും പാകിസ്ഥാനിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായി ഈ അടുത്ത് രംഗപ്രവേശനം ചെയ്തിരുന്ന ഒരു പണ്ഡിതൻ വടക്കേന്ത്യയിൽ ധാരാളം സൂഫി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ത്വാഹിറുൽ ഖാദിരി എന്ന് വിളിക്കപ്പെടുന്ന ഖാദിരിയ ത്വരീഖത്തിന്റെ കൂടിയുള്ള ഒരാള്, അയാൾ ഈ ക്രിസ്മസ് ആഘോഷത്തിന് പോയി പങ്കെടുക്കുകയും അവിടെ പോയിരുന്ന് പാട്ടും ഡാൻസും കാണുകയും ചെയ്യാൻ അയാളെ പ്രചോദിപ്പിച്ചത്
ഇത് രണ്ടും ഒരേ പ്രവാചകന്മാർ ആഘോഷമായതുകൊണ്ട് ഒന്നിനെയും വേർതിരിക്കേണ്ടതില്ല എന്ന പ്രവർത്തനമാണ്. നഊദുബില്ല, കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ എല്ലാവരെയും അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന്, അത്തരം വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന്, അത്തരം ആദർശത്തിന്റെ കൊലപാതകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ആദർശത്തിൽ ഒരു ചിട്ടയും മടുക്കുമൊക്കെ ഉണ്ടാവണം. അത് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് നിൽക്കില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ജില്ലയിലെ പാവങ്ങളായ ആളുകൾക്കുള്ള സ്വതക്ക സ്വരൂപിക്കലാണ്, റിലീഫ് ഫണ്ടാണ്. എല്ലാവരും അതിന് കൃത്യമായി പ്രതികരിക്കുക. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന പല ആളുകളുമുണ്ട്. അല്ലാഹു അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, രോഗകരമായ പല പ്രയാസമുണ്ട്. അല്ലാഹു അതൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാത്തരം മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു നമുക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅ الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.